യോവേൽ 2:3-9 വരെയുള്ള ഭാഗങ്ങളിൽ പ്രവാചകൻ ഒരു ഭയാനകമായ സൈന്യത്തെ വിവരിക്കുന്നു. തടയാനാവാത്തതും വേഗതയേറിയതും അച്ചടക്കമുള്ളതും മുറിവേൽക്കാത്തതുമായ ഒരു സൈന്യം. ചരിത്രപരമായി ഇതൊരു വെട്ടുക്കിളി ബാധയെയോ ബാബിലോണിയൻ ആക്രമണത്തെയോ പ്രതിഫലിപ്പിച്ചേക്കാം. എന്നാൽ പ്രവചനപരമായി കർത്താവിന്റെ ദിവസവുമായി യോജിക്കുന്ന അപ്പോകാലിപ്റ്റിക് യുദ്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവർ കുതിരച്ചേവകരെ പോലെ ഓടുന്നു, കുതിച്ചു ചാടുന്നു, യോദ്ധാക്കളെപ്പോലെ മതിൽ കയറുന്നു. അവർ തങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു, കള്ളനെപ്പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു. ഇന്ന് സെൽഫ് ഡ്രിവൺ ഡ്രോണുകൾ, AI നിയന്ത്രിക്കുന്ന റോബോട്ടുകൾ, ഗൈഡഡ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചാണ് യുദ്ധം നടത്തുന്നത്. ഈ പുതിയ ആയുധങ്ങൾ യോവേൽ ആത്മാവിൽ കണ്ടത് നിറവേറ്റുന്നു. ഡ്രോണുകൾ വെട്ടുക്കിളികളെ പോലെ ചാടിക്കയറുന്നു, മിസൈലുകൾ തീ കൊണ്ട് വിഴുങ്ങുന്നു, റോബോട്ടിക് സൈന്യങ്ങൾ കൃത്യതയോടെ മാർച്ച് ചെയ്യുന്നു. ഈ വിവരണങ്ങളുമായി പൊരുത്തപ്പെടുന്ന സൈന്യങ്ങളെ രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്നു. തടയാനാവാത്ത നിശബ്ദമായ കള്ളന്മാരെ പോലെ വീടുകളിൽ കയറുന്ന റോബോട്ടുകളെ. രാഷ്ട്രങ്ങൾ അടുത്തതായി എന്തു വരുമെന്ന് ഭയപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ, AI നിയന്ത്രിത ആയുധങ്ങൾ, സമർത്ഥമായ നിരീക്ഷണം എന്നിവ ശക്തരിൽ പോലും ഭീതി ഉളവാക്കുന്നു. മത്തായി 24:6-8 വരെ യേശു പറഞ്ഞ കാലത്തിന്റെ പ്രസവവേദനയാണിത്. യുദ്ധങ്ങളെക്കുറിച്ചുള്ള കിംവദന്തികളും രാഷ്ട്രത്തിനെതിരെ എഴുന്നേൽക്കുന്ന രാഷ്ട്രവും. യോവേലിന്റെ ദർശനം നമ്മുടെ കൺമുന്നിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിലുള്ളവർക്ക് ഈ അടയാളങ്ങൾ ഭയാനകതയ്ക്കല്ല, തയ്യാറെടുപ്പിന് വേണ്ടിയാണ്.